നമസ്കാരം, ഗുഡ് മോർണിംഗ്. എല്ലാ പ്രേക്ഷകർക്കും മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരുപാട് വാർത്തകൾ പ്രതീക്ഷിക്കുന്ന ദിനമാണിത്. ഇന്നലെ രാത്രിയാണ് കേരളത്തെ ആകെ നടുക്കിക്കൊണ്ട് കണ്ണൂർ കൈതപ്രത്ത് 49-കാരനെ വെടിവെച്ച് കൊലപ്പെടുത്തി എന്നുള്ള വാർത്ത വന്നത്. അതിൽ പ്രതി സന്തോഷിനെ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. എന്താണ് കൊലപാതകത്തിൻ്റെ കാരണം? അത് വ്യക്തിവിരോധമാണ്. അത് ഏത് തരത്തിലുള്ള കാര്യമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നത് സംബന്ധിച്ചടക്കം പോലീസിന് വ്യക്തത തേടേണ്ടതുണ്ട്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ വർക്കേഴ്സിൻ്റെ സമരം തുടരുകയാണ്. സമരത്തിൻ്റെ മുഖം മാറിയത് നിരാഹാര സമരം എന്ന നിലയിലേക്ക് എത്തിയിട്ട് ഇന്ന് 2ാം ദിവസമാവുകയാണ്. അതിൻ്റെ അടക്കം വിശദാംശങ്ങൾ നമുക്ക് നേടണം. മോർണിംഗ് ന്യൂസ് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. കണ്ണൂർ കൈതപ്രത്തെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. കൈതപ്രത്ത് 49-കാരനെ വെടിവെച്ച് കൊന്ന സംഭവത്തിൽ വിശദമായ അന്വേഷണവുമായി പോലീസ്. പ്രതി സന്തോഷ് കൊലയ്ക്കുപയോഗിച്ച തോക്ക് കണ്ടെത്താനുള്ള പരിശോധന തുടരുകയാണ്. വ്യക്തിവിരോധമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് സന്തോഷിന്റെ മൊഴി. ആക്രമിക്കണമെന്നുറപ്പിച്ചാണ് തോക്ക് കയ്യിൽ കരുതിയതെന്നും സന്തോഷ് ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു. അതേസമയം കൊല്ലപ്പെട്ട രാധാകൃഷ്ണന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നടക്കും. വിവരങ്ങളുമായി അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട്. അരുൺ, ഇത് വളരെ ആസൂത്രിതമായാണ് ഈ കൊലപാതകം നടപ്പാക്കിയത് എന്നുള്ള കാര്യം വ്യക്തമാണ്. ഈ കൊലപാതകത്തിന് മുമ്പ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നുണ്ട് ഈ പ്രതി. ചോദ്യം ചെയ്യലിൽ നിന്ന് കൂടുതലായി എന്ത് വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്, പോലീസിന് ലഭിച്ചിട്ടുണ്ട്? വിശദാംശങ്ങൾ എന്താണ് അരുൺ പൂപ്പറമ്പ? റിജിത്ത്, ഇന്നലെ രാത്രി പയ്യന്നൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് ഈ കേസിലെ പ്രതിയായിട്ടുള്ള സന്തോഷിനെ പരിയാരം പോലീസ് സ്റ്റേഷനിൽ വെച്ച് ചോദ്യം ചെയ്തത്. വിശദമായി തന്നെ സമയമെടുത്ത് സന്തോഷിനെ ചോദ്യം ചെയ്തിട്ടുണ്ട്. സന്തോഷ് ഇതിൽ പറയുന്ന കാര്യം വ്യക്തിവിരോധം, നേരത്തെ തന്നെ ഉണ്ടായിരുന്ന വ്യക്തിവിരോധമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്. ഇതിനു മുമ്പും ഈ രാധാകൃഷ്ണനുമായി തർക്കമുണ്ടായിരുന്നു. അത് ഫോണിലും അതോടൊപ്പം തന്നെ നേരിട്ടും അല്ലാതെയുമൊക്കെ തർക്കമുണ്ടായിരുന്നു. അങ്ങനെ ഉടലെടുത്തൊരു വ്യക്തിവിരോധമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നതാണ് പോലീസ് അത് ഈ ചോദ്യം ചെയ്യലിൽ പോലീസിനോട് സമ്മതിച്ചത്. തോക്ക് കയ്യിൽ കരുതിയത് ഇത്തരമൊരു ആക്രമണം നടത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. അങ്ങനെയാണ് രാധാകൃഷ്ണനുമായി നിർമ്മാണം നടക്കുന്ന വീട്ടിലേക്ക് എത്തിയത് എന്ന കാര്യവും സന്തോഷ് സമ്മതിക്കുന്നുണ്ട്. ഈ കൊലക്ക് ഉപയോഗിച്ചിട്ടുള്ള തോക്ക് ഇതുവരെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല. അത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധന തുടരുകയാണ്. ചോദ്യം ചെയ്യലിൽ പൂർണ്ണമായും ഈ സന്തോഷ് കൃത്യമായ കാര്യങ്ങളല്ല പറയുന്നത്, പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് പലപ്പോഴും പറഞ്ഞത് എന്നതാണ് പോലീസ് എന്തായാലും ഈ ഘട്ടത്തിൽ എന്തായാലും പറയുന്നത്. പോലീസ് വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട്. അതിൽ സന്തോഷ് പറയുന്ന കാര്യങ്ങളെല്ലാം പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. നേരത്തെ ഈ വീടിന്റെ നിർമ്മാണ കരാറുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആദ്യം ഉണ്ടായിരുന്നത് എന്ന് തന്നെയാണ് സന്തോഷ് പറയുന്നത്. അത് പിന്നീട് പല ഘട്ടങ്ങളിലായി പ്രശ്നങ്ങൾ ഉണ്ടായി. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ കൊലപാതകത്തിലേക്ക് നയിച്ച മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടോ എന്ന് കൂടി പോലീസ് എന്തായാലും അന്വേഷിക്കുന്നുണ്ട്. ഇതൊരു ആസൂത്രിതമായ കൊലപാതകമാണെന്ന കൃത്യമായ നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. അതിന് പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ റീജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഫേസ്ബുക്കിൽ ഈ കൊലക്ക് മുമ്പ് തന്നെ ഇയാൾ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു. ഈ കൊല നടത്താൻ പോകുന്നുവെന്ന സൂചന നൽകുന്ന ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു. അങ്ങനെ നേരത്തെ തന്നെ മനസ്സിൽ കരുതി ഉറപ്പിച്ച് തോക്കുമായി എത്തി രാധാകൃഷ്ണനെ വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അത്തരം ഒരു ആസൂത്രണം ഇതിൽ നടന്നിട്ടുണ്ട് എന്ന കാര്യം തന്നെയാണ്. എന്തായാലും ഈ കൊല്ലപ്പെട്ട രാധാകൃഷ്ണന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഇന്ന് നടക്കും. നെഞ്ചിലേറ്റ വെടിയാണ് മരണകാരണമെന്നാണ് പ്രാഥമിക പരിശോധനയിൽ പോലീസ് കണ്ടെത്തിയത്. പോയിന്റ് ബ്ലാങ്കിലാണ് വെടിവെച്ച് രാധാകൃഷ്ണനെ കൊലപ്പെടുത്തുകയും ചെയ്തത്. വിശദമായ അന്വേഷണത്തിലേക്ക് പയ്യന്നൂർ ഡിവൈഎസ്പിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണത്തിലേക്കാണ് പോകുന്നത്. മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഇതിലുണ്ടോ എന്നറിയാൻ വീണ്ടും ഈ സന്തോഷിനെ വിശദമായി ചോദ്യം ചെയ്യും. അതിനുശേഷമായിരിക്കും. സന്തോഷിന്റെ മൊഴി ഈ ഘട്ടത്തിൽ പൂർണ്ണമായ വിശ്വാസത്തിൽ എടുത്തിട്ടില്ല പോലീസ്. വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട്. ഈ കൊലപാതകത്തിന് എന്താണ് കാരണം? അത് വ്യക്തിവൈരാഗ്യം എന്നുള്ള നിഗമനത്തിലേക്കാണ് ഇപ്പോഴെത്തി നിൽക്കുന്നത്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും, അല്ലെങ്കിൽ ആ വ്യക്തിവൈരാഗ്യത്തിന് കാരണം എന്താണ് എന്നത് സംബന്ധിച്ചുള്ള വ്യക്തതയിലേക്കാണ് അന്വേഷണ സംഘത്തിന് കടക്കാനുള്ളത്. അതിന്റെ ഭാഗമായുള്ള വിശദമായ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. അരുൺ പൂപ്പറമ്പ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ആശാ വർക്കേഴ്സിന്റെ സമരം 40ാം ദിവസത്തിലേക്ക്. ഇന്നലെ മുതൽ ആരംഭിച്ച നിരാഹാര സമരം തുടരുകയാണ്. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി MA ബിന്ദു, ഷീജ R, തങ്കമണി എന്നിവരാണ് നിരാഹാരം കിടക്കുന്നത്. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഡൽഹിയിൽ തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി മേഘ്ന മുരളി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. മേഘ്ന, സമരം അതിൻ്റെ മുഖം മാറിയതിനു ശേഷം
നിരാഹാര സമരം എന്ന നിലയിൽ അത് 2ാം ദിവസത്തേക്ക് കടക്കുകയാണ്. കൂടുതൽ പിന്തുണയേറി വരുന്നുണ്ട് സമരത്തിന്. നമുക്കറിയാം, സമരവേദിയിൽ നിന്ന് അത്തരത്തിലുള്ള കാഴ്ചകളും നമ്മൾ കാണുന്നു. പുതിയ വിവരങ്ങൾ എന്താണ്? സമരം 40ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ആവശ്യങ്ങളിൽ പിന്നോട്ടില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെ അവർ തുടരുന്നു. റിജിത്ത്, അങ്ങനെ തന്നെയാണ്. 1-2 ദിവസമല്ല, കഴിഞ്ഞ 40 ദിവസമായി ഇവർ ഇവിടെ സമരമിരിക്കുകയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ. അത് വലിയ തരത്തിൽ ആദ്യഘട്ടത്തിൽ 1-2 ദിവസങ്ങളൊക്കെ കഴിഞ്ഞ് അവസാനിപ്പിക്കും, അല്ലെങ്കിൽ ഒരു ചെറിയൊരു സംഘടനയുടെ സമരം എന്ന രീതിയിൽ തുടങ്ങിയതാണ്. പക്ഷേ അത് 40ാം ദിവസം എത്തി നിൽക്കുമ്പോൾ അത് സർക്കാരിനെ വലിയ രീതിയിൽ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം 2ാം ദിവസമാണ് നിരാഹാരം. അത് അവർ വലിയ ശക്തിയോടെ തന്നെ, അല്ലെങ്കിൽ വലിയ കരുത്തോടു കൂടി തന്നെ ഈ നിരാഹാരം തുടരും. അത് ഒരു നിരാഹാര സമരമായി അവർ ഈ നിരാഹാരം തുടരും. അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നത് വരെ, അതായത് ഓണറേറിയം വർദ്ധിപ്പിക്കുക, പെൻഷൻ നൽകുക, വിരമിക്കൽ ആനുകൂല്യം നൽകുക, ഇത് സർക്കാർ പരിഗണിക്കാതെ പിറകോട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ സമരം നടക്കുന്ന സ്ഥലത്ത് തന്നെയാണ്. അവർ ഇപ്പോൾ എല്ലാവരും ഉണരുന്നതേ ഉള്ളൂ, പകലാവുന്നതേ ഉള്ളൂ. പക്ഷേ അവർ ഇപ്പോഴും പറയുന്നത്, നമ്മൾ വ്യക്തിപരമായി അടക്കം സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് അവർക്ക് ആവശ്യങ്ങൾ നിറവേറണം. അതായത് അവർ ഈ വെറുതെയല്ല ഈ 40 ദിവസങ്ങൾ സമരം ചെയ്തിട്ടുള്ളത്. അതിന് കൃത്യമായിട്ടുള്ള കാരണങ്ങളുണ്ട്, ന്യായമായ ആവശ്യമാണ്. അതുകൊണ്ട് ആവശ്യങ്ങൾ പരിഗണിക്കുന്നത് വരെ ഇവർ ഈ സമരവുമായി മുന്നോട്ട് പോകുമെന്നുള്ള കാര്യം തന്നെയാണ്. കൂടാതെ ഇതിൽ ഇന്നലെ അടക്കം നമ്മൾ കണ്ടതാണ്, സംഭവ ബഹുലമായിരുന്നു. അത് UDF MLA മാർ ഒരു പിന്തുണയുമായി സമരവേദിയിലേക്ക് എത്തുന്നു. കൂടാതെ പല ജില്ലകളിൽ നിന്നും പല സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും മറ്റുമാണ് ഈ സമരക്കാർക്ക് പിന്തുണയുമായി ഈ സമരവേദിയിലേക്ക് എത്തുന്നത്. പക്ഷേ സർക്കാർ കണ്ണു തുറക്കുന്നില്ല എന്നുള്ള ഒരു വലിയ പരാതി തന്നെയാണ് ഇവർ ഇപ്പോഴും ഉന്നയിക്കുന്നത്. കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്, ഇന്നലെ LDF യോഗത്തിലടക്കം RJD അടക്കമുള്ള CPI അടക്കമുള്ള ഘടകകക്ഷികൾ സമരം അവസാനിപ്പിക്കാനുള്ള ഇടപെടൽ വേണമെന്ന് ആവർത്തിക്കുമ്പോഴും അതിൽ മുഖ്യമന്ത്രിയുടെ അടക്കം മറുപടി എന്ന് പറയുന്നത്, ഇത് കേന്ദ്ര സർക്കാർ ഓണറേറിയം വർദ്ധിപ്പിക്കുകയാണെങ്കിൽ സംസ്ഥാന സർക്കാരും ഇത്തരത്തിലൊരു നടപടി എടുക്കാമെന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ മുഖ്യമന്ത്രിയുടെ മറുപടി അടക്കം വരുമ്പോൾ ഇവരുടെ പ്രതികരണം എന്ന് പറയുന്നത്, ഈ ഓണറേറിയം വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ ഇവരുടെ ആവശ്യങ്ങളൊക്കെ പരിഗണിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. പക്ഷേ അതുണ്ടാകുന്നില്ല. കൂടാതെ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വലിയ തരത്തിൽ ഒരു വിമർശനം ഉണ്ടാകുന്നുണ്ട്. കാരണം ഇന്നലെ വീണ ജോർജ് ഡൽഹിയിലെത്തി കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാനുള്ള ഒരു ഇടപെടൽ നടത്തുന്നു. പക്ഷേ അതുണ്ടാകുന്നില്ല. ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് വീണ ജോർജിന് കാണാൻ സമയം നൽകുന്നില്ല, കൂടിക്കാഴ്ചയ്ക്ക് സമയം നൽകുന്നില്ല. അതും വലിയ തരത്തിൽ വിമർശനത്തിനിടയാക്കുന്നു. കൂടാതെ ആരോഗ്യമന്ത്രി കള്ളം പറയുന്നു, തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നുള്ള കാര്യങ്ങളടക്കം ഈ സമരപ്രവർത്തകരും സമരസമിതിയും ഒക്കെ പറയുന്നുണ്ട്. അങ്ങനെ വലിയ രീതിയിൽ ഇന്നും സർക്കാരിന് അത് സമ്മർദ്ദം തന്നെയാണ്. കാരണം എന്ത് ചെയ്യും ഇവരുടെ കാര്യത്തിൽ? അത് 40ാം ദിവസം എത്തി നിൽക്കുമ്പോൾ ഒരു നിരാഹാരം, അതായത് ഇതുവരെ ഈ അടുത്തൊന്നും കാണാത്ത രീതിയിൽ ഒരു നിരാഹാര സമരത്തിലേക്ക്, 3ാം ഘട്ട സമരത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ എന്ത് ചെയ്യും സർക്കാർ എന്നുള്ളത് തന്നെയാണ്. അത് പരിഹരിക്കാനുള്ള ഇടപെടൽ നടത്തുമോ, അല്ലെങ്കിൽ അത് LDF യോഗത്തിലടക്കം വലിയ രീതിയിൽ ഒരു സമ്മർദ്ദം ഉണ്ടാകുന്നു ഘടകകക്ഷികളുടെ അടുത്തുനിന്ന്. കൂടാതെ അത് വലിയ രീതിയിൽ വിമർശനം, സർക്കാരിനെതിരെയുള്ള ഒരു വിമർശനമായി പൊതുജനങ്ങളുടെ ഭാഗത്ത് നടക്കം വരുന്നു. അതുകൊണ്ട് തന്നെ എന്ത് നിലപാടെടുക്കുമെന്നുള്ള കാര്യം തന്നെയാണ് നോക്കിക്കാണേണ്ടത്. എന്തായാലും ഇവർ ഉറച്ച നിലപാടിലാണ്, അതായത് സമരം തുടരുമെന്നുള്ളൊരു ഉറച്ച നിലപാടിൽ തന്നെയാണ് സമരസമിതി ഉള്ളത്. കൂടാതെ ഇന്നും കൂടുതൽ പേർ മുരളി സമരവേദിയിൽ നിന്നുള്ള വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ വർക്കേഴ്സിന്റെ സമരം അത് ഇന്ന് 40ാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. നിരാഹാര സമരം എന്ന നിലയിൽ അത് ഇന്ന് 2ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. പൊതുബജറ്റ് ഇന്ന് ലോക്സഭയിൽ പാസാക്കും. ബജറ്റ് പാസാക്കുന്നതിനായി എല്ലാ ലോക്സഭാ MPമാരും സഭയിൽ ഹാജരാകണമെന്ന് BJP വിപ്പ് നൽകിയിട്ടുണ്ട്. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇരുസഭകളും കഴിഞ്ഞ ദിവസം സ്തംഭിച്ച പശ്ചാത്തലത്തിലാണ് വിപ്പ് നൽകിയത്. കൂടുതൽ ചർച്ചകളില്ലാതെ ബില്ല് പാസാക്കുന്നത് വേഗത്തിലാക്കുന്നതിനുള്ള പാർലമെന്ററി നടപടിക്രമമായ ഗില്ലറ്റിൻ ഉപയോഗിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. അതേസമയം കോൺഗ്രസും ലോക്സഭയിൽ അംഗങ്ങൾക്ക് വിപ്പ് നൽകി. മണ്ഡല പുനർനിർണയ വിഷയത്തിൽ DMK MPമാരുടെ പ്രതിഷേധത്തെ തുടർന്നാണ് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നലെ സ്തംഭിച്ചത്. വിഷയത്തിൽ പ്രതിഷേധം തുടരാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ജനസംഖ്യാടിസ്ഥാനത്തിലുള്ള ലോക്സഭാ മണ്ഡല പുനഃക്രമീകരണത്തിനെതിരെ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ നേതൃത്വത്തിലുള്ള യോഗം നാളെ ചെന്നൈയിൽ നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ യോഗത്തിൽ പങ്കെടുക്കാൻ ചെന്നൈയിലെത്തി. തെലങ്കാന, ബംഗാൾ, പഞ്ചാബ് മുഖ്യമന്ത്രിമാരും കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, ആന്ധ്ര മുൻ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡി, ഒഡീഷ മുൻ മുഖ്യമന്ത്രി ബിജു പട്നായിക് തുടങ്ങിയ നേതാക്കളും യോഗത്തിന് എത്തും. ജനസംഖ്യാടിസ്ഥാനത്തിലുള്ള മണ്ഡല പുനഃക്രമീകരണം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് തിരിച്ചടിയാകും എന്നാണ് NDA ഇതര പാർട്ടികളുടെ കണക്കുകൂട്ടൽ. ഇന്ത്യ മുന്നണി നിർജ്ജീവമായിരിക്കുന്ന സമയത്ത് MK സ്റ്റാലിൻ നടത്തുന്ന നീക്കങ്ങൾ ദേശീയ രാഷ്ട്രീയത്തിലും ശ്രദ്ധേയമാണ്. ഭിന്നശേഷി കുട്ടികളുമായി ബന്ധപ്പെട്ട വിഷയം പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ ഉന്നയിക്കും. അടിയന്തര പ്രമേയമായ വിഷയം ഉന്നയിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. സ്വകാര്യ സർവകലാശാല, KSRTC, വന്യജീവി ആക്രമണം തുടങ്ങിയവ ചോദ്യോത്തരവേളയിൽ പ്രതിപക്ഷം ഉന്നയിക്കും. ഭരണപക്ഷത്തു നിന്നും പ്രതിപക്ഷത്തു നിന്നും നിരവധി സ്വകാര്യ ബില്ലുകൾ ഇന്ന് സഭയുടെ പരിഗണനയ്ക്ക് വരുന്നുണ്ട്.
തിരുവനന്തപുരം കാട്ടാക്കടയിൽ തീപിടുത്തം. കാട്ടാക്കട മൈലാടിയിൽ സ്പെയർ പാർട്സ് കടയിലാണ് തീപിടുത്തമുണ്ടായത്. ഫയർഫോഴ്സ് എത്തി തീ അണച്ചിട്ടുണ്ട്. മേഘ്ന മുരളി വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. മേഘ്ന, വലിയ തീപിടുത്തമായിരുന്നു. എന്തായാലും തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസകരമാണ്. വലിയ നാശനഷ്ടങ്ങളുണ്ടോ മേഘ്ന? റിജിത്ത്, ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാണ്. തിരുവനന്തപുരം കാട്ടാക്കട മൈലാടിക്ക് സമീപമാണ് ഇത്തരത്തിൽ ഒരു സ്പെയർ പാർട്സ് കടയിൽ, MG ഓട്ടോമൊബൈൽസ് എന്ന സ്പെയർ പാർട്സ് കടയിൽ ഇന്നലെ രാത്രി 12 മണിയോടുകൂടി, അർദ്ധരാത്രിയോടുകൂടി തീപിടുത്തമുണ്ടാകുന്നത്. അതിൽ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ 10 ലക്ഷം രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന ഒരു കണക്ക് എന്ന് പറയുന്നത്. അതിൽ ഈ തീപിടുത്തത്തിൻ്റെ കാരണം എന്താണ് എന്നുള്ള കാര്യം ഇപ്പോഴും വ്യക്തമായിട്ടില്ല. ഷോർട്ട് സർക്യൂട്ട് ആണ് എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായി വിലയിരുത്തുന്നത്. പക്ഷേ എന്താണ് ഇത്തരത്തിൽ പെട്ടെന്നൊരു തീപിടുത്തം ഉണ്ടാകാനുള്ള കാരണം എന്നുള്ള കാര്യങ്ങൾ കൂടി ഇപ്പോൾ അന്വേഷണ വിധേയമാണ്. എന്തായാലും ഇന്ന് അത് തീപിടുത്തമുണ്ടായി 2 മണിക്കൂറിനുള്ളിൽ തന്നെ തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വിവിധ ഇടങ്ങളിൽ നിന്നുള്ള നെയ്യാറിനടക്കമുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയാണ് തീ അണച്ചിട്ടുള്ളത്. എന്തായാലും ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഏകദേശം 10 ലക്ഷം രൂപയുടെ അടക്കം ഒരു നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഈ സ്പെയർ പാർട്സ് കടയുടെ ഒരു ഭാഗം മുഴുവനായും കത്തി നശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോൾ അതിവിടെ ഒരു അപകട സാഹചര്യമില്ല, പക്ഷേ വലിയ നഷ്ടമാണ് കണക്കാക്കുന്നത്. മേഘ്ന മുരളി തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. കോഴിക്കോട് ഈങ്ങാപ്പുഴ ഷിബില കൊലക്കേസിൽ പ്രതി യാസിറിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ്. താമരശ്ശേരി കോടതിയിൽ അന്വേഷണ സംഘം ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും. പ്രതിയെ 14 ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തിരുന്നു. കസ്റ്റഡി ലഭിച്ചതിനു ശേഷം പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. തൃശൂർ ചിറങ്ങരയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ പുലിയെ പിടികൂടാൻ കൂടെത്തിച്ചു. കൂട് സ്ഥാപിക്കുന്ന നടപടികൾ പൂർത്തിയായി. ഇന്ന് ഇരയെ കൂട്ടിലിട്ട് കെണിയൊരുക്കും. എക്സ്പെർട്ട് കമ്മിറ്റിയുടെ നിലപാട് കൂടി പരിശോധിച്ച ശേഷമായിരിക്കും അന്തിമ തീരുമാനം. ഏതാനും ദിവസങ്ങളായി പുലിയെ കണ്ടതിനെ തുടർന്ന് വലിയ ആശങ്കയിലാണ് ചിറങ്ങര മേഖലയുള്ളത്. ജനവാസ മേഖലയിൽ പുലിയെ കണ്ടതോടെ രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് എന്ന് നാട്ടുകാർ പറയുന്നു. പുലിയുടെ സാന്നിധ്യം ഉറപ്പാക്കുന്നതിനായി വിവിധയിടങ്ങളിൽ വനവകുപ്പ് ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട്. കിർസ്റ്റി കവൻട്രി അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ പുതിയ അധ്യക്ഷ. പദവിയിലെത്തുന്ന ആദ്യ വനിതയാണ് കിർസ്റ്റി. ആഫ്രിക്കൻ വൻകരയിൽ നിന്ന് ഒരാൾ അധ്യക്ഷ പദവിയിലേക്ക് എത്തുന്നതും ഇതാദ്യമായാണ്. മുൻ നീന്തൽ താരമായ കിർസ്റ്റി 5 ഒളിമ്പിക്സുകളിൽ നിന്നായി 7 മെഡലുകൾ സ്വന്തമാക്കിയിട്ടുണ്ട്. നിലവിൽ സിംബാബ്വെ കായിക മന്ത്രിയാണ്. തോമസ് ബാക്ക് സ്ഥാനമൊഴിയുന്ന ജൂണിൽ അധികാരം ഏറ്റെടുക്കും. കണ്ണൂർ മുഴുപ്പിലങ്ങാട്ടെ RSS പ്രവർത്തകൻ സൂരജ് വധക്കേസിൽ വിധി ഇന്ന്. തലശ്ശേരി പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പറയുക. മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി PM മനോജിന്റെ സഹോദരൻ മനോരാജ് നാരായണനും TP വധക്കേസ് പ്രതി TK രജീഷും ഉൾപ്പെടെ 12 CPIM പ്രവർത്തകരാണ് കേസിലെ പ്രതികൾ. സംഭവത്തിന് ശേഷം കേസിലെ 2 പ്രതികൾ മരിച്ചിരുന്നു. TK രജീഷ് നൽകിയ കുറ്റസമ്മത മൊഴിപ്രകാരമാണ് രജീഷിനെയും മനോരാജിനെയും കേസിൽ പ്രതി ചേർത്തത്. 2005 ഓഗസ്റ്റ് 7 മുഴുപ്പിലങ്ങാട് ടെലിഫോൺ എക്സ്ചേഞ്ചിന് മുന്നിൽ വെച്ച് സൂരജിനെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. കൊലയ്ക്ക് 9 മാസം മുമ്പാണ് സൂരജ് CPIM വിട്ട് BJPയിൽ ചേർന്നത്. ഇതിന്റെ വിരോധത്തിൽ സൂരജിനെ കൊലപ്പെടുത്തിയെന്നാണ് കേസ്. അക്രമത്തിനും ലഹരിക്കുമെതിരെ 24ന്റെ ജനകീയ പ്രതിരോധ യാത്ര തുടരുകയാണ്. SKN40 5ാം ദിനം. SKN40 കേരള യാത്ര ഇന്ന് പത്തനംതിട്ട ജില്ലയിൽ പര്യടനം ആരംഭിക്കും. അടൂരിൽ മോർണിംഗ് ഷോയോടെ ആയിരിക്കും പരിപാടി ആരംഭിക്കുക. 2 ദിവസം നീളുന്ന പത്തനംതിട്ടയിലെ പര്യടനത്തിൽ പ്രധാന ഇടങ്ങൾ, വിവിധ സമൂഹങ്ങൾ എന്നിവരുമായി SKN ആശയവിനിമയം നടത്തും. വിവരങ്ങളുമായി AV ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്ന് ചേരുകയാണ്. ജയശങ്കർ, ഈ യാത്രയ്ക്ക് വലിയ രീതിയിലുള്ള പിന്തുണ പൊതുസമൂഹത്തിൽ നിന്നുണ്ടാവുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയിലും കൊല്ലം ജില്ലയിലുമൊക്കെ നമ്മളത് കണ്ടു. യാത്ര ഇന്ന് പത്തനംതിട്ടയിലേക്ക് കടന്നിരിക്കുന്നു. എന്തൊക്കെയാണ് ജില്ലയിൽ ക്രമീകരിച്ചിരിക്കുന്ന 2 ദിവസത്തെ പരിപാടികളുണ്ട്? അതിൽ ഇന്നത്തെ പരിപാടികൾ എങ്ങനെയാണ് ക്രമീകരിക്കുന്നത്? യാത്ര എവിടെയൊക്കെയാണ് എത്തുക ജയശങ്കർ? രജിത്ത, ലഹരിക്കെതിരെയുള്ള പ്രതിരോധ യാത്ര അത് 5ാം ദിനത്തിലേക്ക് കടക്കുകയാണ്. പത്തനംതിട്ടയിൽ അടൂരിലാണ് ഈ യാത്ര ആരംഭിക്കുന്നത്. മോർണിംഗ് ഷോയോട് കൂടി അടൂരിൽ ആരംഭിക്കും. അതിനുശേഷം അടൂർ IHRD കോളേജിൽ സന്ദർശനം ഉണ്ടാകും. തുടർന്ന് മുസ്ലിയാർ കോളേജ്, ഒപ്പം തന്നെ കോന്നിയിലെ NSS കോളേജ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പരിപാടി യാത്ര ചെയ്യും. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട ജില്ലയിൽ ആദ്യ ദിവസത്തിൻ്റെ സമാപനം പത്തനംതിട്ട ടൗൺ സ്ക്വയറിൽ വെച്ച് നടക്കും. ടൗൺ സ്ക്വയറിൽ വിപുലമായി പത്തനംതിട്ട നഗരത്തിലെ വിവിധ ആളുകൾ, പോലീസ്
പോലീസ് ഉദ്യോഗസ്ഥരും എക്സൈസ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും മറ്റ് സാമൂഹ്യ രംഗത്തെ വിവിധ ആളുകൾ പങ്കെടുക്കുന്ന പരിപാടി ഉൾപ്പെടെയാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. വലിയ പ്രതികൂല കാലാവസ്ഥയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ആളുകൾ ഇത്തരത്തിൽ നമ്മുടെ ലഹരി വിരുദ്ധ യാത്രയുടെ ഭാഗമാവുന്നത്. അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിലും വലിയൊരു ജനപിന്തുണ കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ ലഭിച്ചതുപോലെ തന്നെ പത്തനംതിട്ടയിലും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. എന്തായാലും 7 മണിക്ക് തന്നെ അടൂരിൽ നിന്ന് കൃത്യമായി മോർണിംഗ് ഷോയോടുകൂടി SKNന്റെ യാത്ര ആരംഭിക്കും. റിജിത്ത്. ശരി, വിജയശങ്കർ പത്തനംതിട്ടയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. SKN40 കേരള യാത്ര ഇന്ന് പത്തനംതിട്ട ജില്ലയിലാണ്. 2 ജില്ലകൾ പൂർത്തിയാക്കിയിരിക്കുന്നു. 3ാമത്തെ ജില്ലയായ പത്തനംതിട്ട ജില്ലയിലേക്ക് എത്തിയിരിക്കുകയാണ്. അരുതക്രമം അരുത് ലഹരി എന്ന സന്ദേശവുമായുള്ള യാത്ര, അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട്, പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരുപാട് പേർ ആ യാത്രയ്ക്കൊപ്പം ചേരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഇന്ന് മോർണിംഗ് ഷോയോടുകൂടി പത്തനംതിട്ടയിലെ പര്യടനത്തിന് തുടക്കമാവുകയാണ്. സാമ്പത്തിക തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് കേരള പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയ മലയാളി UAEയിൽ ജയിലിലായി. വയനാട്ടിലെ കെൻസ ഹോൾഡിംഗ് ഉടമ ഷിഹാബ് ഷായാണ് ജയിലിലായത്. അർമാനി ക്ലിനിക്ക്, അർമാനി പോളിക്ലിനിക് എന്നിവയുടെ മറവിലാണ് തട്ടിപ്പ് നടന്നത്. സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെ പേരിലാണ് തൃശൂർ വെങ്കിടങ്ങ് സ്വദേശിയായ ഷിഹാബ് ഷാ UAEയിൽ അറസ്റ്റിലായിരിക്കുന്നത്. കഴിഞ്ഞ മാസം ദുബായിൽ അറസ്റ്റിലായ ഷിഹാബിനെ ഷാർജ സെൻട്രൽ ജയിലിലേക്കും തുടർന്ന് അബുദാബിയിലേക്കും മാറ്റുകയായിരുന്നു. നിലവിൽ അലൈൻ സെൻട്രൽ ജയിലിലാണ് ഷിഹാബ് ഷായുള്ളത്. വിവിധ നിക്ഷേപ പദ്ധതികളുടെ പേരിൽ അബുദാബി, ദുബായ്, ഷാർജ ഉൾപ്പെടെ UAEയിലെ വിവിധയിടങ്ങളിലെ മലയാളികളടക്കമുള്ളവരെ കബളിപ്പിച്ച് കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്തതായി പ്രവാസികൾ ആരോപിക്കുന്നുണ്ട്. UAEയിലെ മലയാളി സമൂഹത്തിൽ നിന്ന് മാത്രം 200 കോടിയോളം രൂപ തട്ടിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. വയനാട്, ഇടുക്കി എന്നിവിടങ്ങളിൽ നിർമ്മാണത്തിലിരിക്കുന്ന വില്ലകൾ കാണിച്ച് നിക്ഷേപം സ്വീകരിക്കുക, ഇടയ്ക്ക് വെച്ച പദ്ധതി ഉപേക്ഷിച്ച് അതേ സ്ഥലത്ത് മറ്റൊരു പദ്ധതി പ്രഖ്യാപിച്ച് അതിലേക്കും നിക്ഷേപം സ്വീകരിക്കുക എന്നതായിരുന്നു തട്ടിപ്പിന്റെ രീതി. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഷിഹാബിനെതിരെ കേരള പോലീസ് ലുക്കൌട്ട് നോട്ടീസ് അടക്കം പുറപ്പെടുവിച്ചിരുന്നു. 24 ദുബായ്. വ്യാജ സമ്മാന തട്ടിപ്പുകൾക്കെതിരെ കരുതിയിരിക്കണമെന്ന് അബുദാബി പോലീസിന്റെ മുന്നറിയിപ്പ്. റമദാനോടനുബന്ധിച്ച് സമ്മാനം ലഭിച്ചതായും ബാങ്ക് വിവരങ്ങൾ കൈമാറാനും ആവശ്യപ്പെട്ടാണ് തട്ടിപ്പുകാർ ആളുകളെ സമീപിക്കുന്നത്. റമദാൻ മാസത്തോടനുബന്ധിച്ച് നടത്തിയ സമ്മാന പദ്ധതികളിൽ വിജയിയായെന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചാണ് തട്ടിപ്പ് നടക്കുന്നത്. ആളുകളെ ഫോണിൽ വിളിച്ച് സമ്മാനം കൈപ്പറ്റുന്നതിനായി ബാങ്ക് വിവരങ്ങൾ നൽകണമെന്നാണ് തട്ടിപ്പുകാർ ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം റമദാൻ മാസത്തിൽ സഹായം നൽകുന്നതിനുള്ള ലിങ്കുകളാണ് എന്ന തരത്തിൽ വ്യാജ ലിങ്കുകൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത് ആളുകളെ കബളിപ്പിക്കാനും തട്ടിപ്പുകാർ ശ്രമിക്കുന്നുണ്ടെന്നും ഇതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു. വരുന്ന സന്ദേശങ്ങളുടെ ആധികാരികത പരിശോധിക്കണമെന്നും തട്ടിപ്പുകാരെ കരുതിയിരിക്കണമെന്നും പോലീസിന്റെ ക്രിമിനൽ സെക്യൂരിറ്റി സെക്ടർ ഡയറക്ടർ മേജർ ജനറൽ മുഹമ്മദ് സൊഹൈൽ അൽ റഷ്ദി പറഞ്ഞു. നന്മ ചെയ്യാനും ആവശ്യമുള്ളവരെ സഹായിക്കാനും ആഗ്രഹിക്കുന്നവർ ഔദ്യോഗിക ചാരിറ്റികളുമായും സംഘടനകളുമായും ബന്ധപ്പെടണമെന്നും അധികൃതർ വ്യക്തമാക്കി. സംശയാസ്പദമായ സാഹചര്യം ശ്രദ്ധയിൽപ്പെട്ടാൽ അബുദാബി പോലീസിന്റെ വെബ്സൈറ്റ് വഴിയോ 800 26 26 എന്ന നമ്പർ വഴിയോ റിപ്പോർട്ട് ചെയ്യണമെന്നും പോലീസ് നിർദ്ദേശിച്ചു. 24 ദുബായ്. റിയാദിലെ കായംകുളം പ്രവാസി അസോസിയേഷൻ കൃപ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. റിയാദ് മാലാസിൽ വെച്ച് നടന്ന പരിപാടിയിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പേർ പങ്കെടുത്തു. അബ്ദുൾ വാഹിദിൻ്റെ റമദാൻ സന്ദേശത്തോടെയാണ് പരിപാടി ആരംഭിച്ചത്. തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം ചെയർമാൻ മുജീബ് കായംകുളം നിർവഹിച്ചു. പ്രോഗ്രാം കോർഡിനേറ്റർ ഷബീർ വരിക്കപ്പള്ളി ആമുഖ പ്രസംഗം നടത്തി. പ്രസിഡന്റ് ഇസാഖ് ലവ്ഷോർ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ജനറൽ സെക്രട്ടറി ഷിബു ഉസ്മാൻ സ്വാഗതം ആശംസിച്ചു. സംഘടനയിൽ പുതുതായി ചേർന്ന അംഗങ്ങൾക്കുള്ള അംഗത്വ കാർഡ് വിതരണ ഉദ്ഘാടനം എംബസി ഉദ്യോഗസ്ഥൻ പുഷ്പരാജ് പയ്യോളി നിർവഹിച്ചു. പ്രമുഖ വ്യവസായി രാജംപിള്ളയ്ക്ക് ചടങ്ങിൽ ഉപഹാരം കൈമാറി. ട്രഷറർ സലീം തുണ്ടത്തിൽ നന്ദി പറഞ്ഞ പരിപാടിയിൽ റിയാദിലെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും കൃപ അംഗങ്ങളും പങ്കെടുത്തു. ഷൈജി നമ്പലശ്ശേരി, സെയ്ഫ് കൂട്ടുങ്ങൽ, രഞ്ജിത്ത്, ഷാജി PK, സലീം പള്ളിയിൽ, K റഷീദ്, ഫസൽ കണ്ടപ്പുറം എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. 24 റിയാദ്.